ജൂലൈ 16 രാവിലെ ഏകദേശം 8:30 കേരളത്തെ ഞെട്ടിച്ച് ആ വാർത്തയെത്തുന്നത്. കർണാടകയിലെ ഷിരൂർ എന്ന സ്ഥലത്ത് 7 പേരുടെ ജീവനെടുത്ത മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്ത. അതുകൂടാതെ അർജുൻ എന്ന മലയാളി അടക്കം 3 പേർ മണ്ണിനടിയിലാണെന്ന ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്തയും. കേരളത്തിൽ നിന്ന് സൗത്ത് കർണാടകയിലൂടെ ഗോവ, മുംബൈ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന NH 66 മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഒരു വശത്ത് കുത്തനെയുള്ള മലയും മറുവശത്ത് ഗംഗാവലി പുഴയുമാണുള്ളത്. ഇതിന് നടുവിലൂടെയാണ് ഹൈവേ പോകുന്നത്. ഈ ഹൈവേയിലേക്ക് മണ്ണിടിഞ്ഞ് ഇറങ്ങുകയും തുടർന്ന് അവ പുഴയിലേക്ക് വീഴുകയുമായിരുന്നു. ഈ റോഡിൻ്റെ സൈഡിലുള്ള ചായക്കടയുടെ മുൻപിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽ അകപ്പെട്ടത്. ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ 7 പേർ അപകടത്തിൽ മരിച്ചിരുന്നു. കാർവാർ കുംട്ട റൂട്ടിൽ 4 വരിപ്പാത വികസിപ്പിക്കാനുള്ള പണികൾ നടക്കുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ബലഗാവിയിൽ നിന്ന് മരം കയറ്റി വരുന്നതിനിടെയാണ് അർജുൻ അപകടത്തിൽപ്പെടുന്നത്. മഴ ശക്തമായതിനാൽ ഗംഗാവലി പുഴയിൽ വെള്ളം കുത്തിയൊലിച്ച് ഒഴുകുകയായിരുന്നു. ഗൂഗിൾ മാപ്സിൽ ലഭ്യമായ ചിത്രങ്ങളിൽ അപകടം നടന്ന ഭാഗത്തെ സ്ഥിതി വളരെ വിശദമായി കാണാം. അപകടത്തിൽപ്പെട്ട ചെറിയ കടയും കാണാനാവുന്നതാണ്. ഈ കടയിൽ ചായ കുടിക്കാൻ ലോറികൾ നിർത്തുന്നത് പതിവാണ്. ഇങ്ങനെ നിർത്തിയ വാഹനങ്ങളാണ് മണ്ണിടിച്ചിലിൽ കുടുങ്ങിയത്. ദുരന്തത്തിൽ 10 പേരെയാണ് കാണാതായത്. ഇതിൽ 7 പേരുടെ മൃതദേഹം കണ്ടെത്തി. അർജുനെ അടക്കം 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. എല്ലായിടത്തും തിരച്ചിൽ നടത്താൻ നാവികസേനയ്ക്കും പ്രതിരോധ സേനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ സേന അഥവാ SDRFന്റെ 44 ഉദ്യോഗസ്ഥരും ദേശീയ ദുരന്ത നിവാരണ സേന അഥവാ NDFലെ 24 ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുണ്ട്. കരസേനയുടെ 44 അംഗ സംഘമാണ് ഞായറാഴ്ച മുതൽ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായുള്ളത്. അപകടം നടക്കുന്ന ദിവസം സ്വിച്ച് ഓഫ് ആയിരുന്ന അർജുൻ്റെ ഫോൺ 3 ദിവസത്തിന് ശേഷം റിങ് ചെയ്തതാണ് എല്ലാവർക്കുമേറെ പ്രതീക്ഷ നൽകിയത്. അതിനുശേഷം അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിലും റോഡിലേക്ക് വീണ 98% മണ്ണും നീക്കിയെന്ന് കർണാടക റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത്രയും തിരഞ്ഞിട്ടും ട്രക്കിൻ്റെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം. കൂടാതെ GPS സിഗ്നൽ കിട്ടിയ ഭാഗത്തും ലോറിയില്ലെന്നും സർക്കാർ സ്ഥിരീകരിച്ചു. അതേസമയം തിരച്ചിലിന് വേണ്ടി കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ സൈന്യം എത്തിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പൂനെയിൽ നിന്നും ചെന്നൈയിൽ നിന്നുമായി കൂടുതൽ റഡാറുകൾ കൊണ്ടുവരുമത്രേ. അപ്രതീക്ഷിതമായ വലിയ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ ഗംഗാവലി പുഴയിലെ കൂറ്റൻ മൺകൂനയിൽ ലോറി ഉണ്ടാകാമെന്നാണ് സൈന്യത്തിൻ്റെ മറ്റൊരു നിഗമനം. തിരച്ചിൽ പുഴയിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇനി സാധ്യത. കരയിലും വെള്ളത്തിലും തിരച്ചിൽ നടത്താനാകുന്ന തരം സംവിധാനങ്ങളാകും ഷിരൂരിലേക്ക് എത്തിക്കുക. കുഴിബോംബുകളടക്കം കണ്ടെത്താൻ കഴിയുന്ന ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ അടക്കമാണ് സംഭവസ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ശേഷിക്കുന്ന മണ്ണ് നീക്കിയാൽ കൂടുതൽ മണ്ണിടിച്ചിലിനു സാധ്യതയുള്ളതിനാൽ ജാഗ്രതയോടെയാണ് തിരച്ചിൽ നടക്കുന്നത്. റോഡിലെ ഒരു ഭാഗത്ത് മാത്രമാണ് ഇനി തിരച്ചിൽ നടത്താനുള്ളത്. പുഴയിലേക്ക് ലോറി പോയിട്ടില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന രഞ്ജിത്ത് ഇസ്രായേൽ. അപകടശേഷവും അർജുൻ്റെ മൊബൈൽ ഫോൺ ബെല്ലടിച്ചിരുന്നു എന്ന് മുൻപേ സൂചിപ്പിച്ചല്ലോ. പുഴയിലായിരുന്നുവെങ്കിൽ ഇത് നടക്കില്ലെന്നും മണ്ണിനടിയിൽ തന്നെ ലോറി ഉണ്ടെന്നും ഇവർ പറയുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി എന്തും സംഭവിക്കാമെന്നതിനെയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഭാരത് ബെൻസിൻ്റെ 14 വീലുള്ള ലോറിയിൽ തടിയുമായി കേരളത്തിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. വാഹനത്തിൻ്റെ ബാറ്ററി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ GPS ലൊക്കേഷൻ കാണിക്കുമെന്നാണ് പറയുന്നത്. ഈ ലോറിയുടെ ക്യാബിൻ ആധുനിക രീതിയിലുള്ളതാണ്. ഉള്ളിൽ നല്ല സ്ഥല സൗകര്യങ്ങളുമുണ്ട്. മണ്ണും ചെളിയും മൂടിയാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധാരണ നിലയിൽ കഴിയില്ല. രാജ്യാന്തര നിലവാരത്തിലുള്ള ക്യാബിനാണ് ആ ലോറിയുടേത്. ക്രാഷ് ടെസ്റ്റിംഗ് നടത്തിയ ക്യാബിനായതിനാൽ തന്നെ അതിൻ്റേതായ ഗുണങ്ങളുമുണ്ട്. മണ്ണ് വന്നു മൂടിയാൽ ക്യാബിൻ തകരില്ല എന്നാണ് പറയപ്പെടുന്നത്. മലയിടിഞ്ഞപ്പോൾ എത്ര ശക്തിയിലാണ് മണ്ണ് വീണതെന്നോ പാറകൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഇഗ്നിഷൻ ഓണാണെങ്കിലും AC ലഭിക്കില്ല. AC കിട്ടണമെങ്കിൽ വാഹനം ഓണാകണം. ക്യാബിനിലെ ഓക്സിജന്റെ അളവ് പ്രധാനമാണെന്നും വിദഗ്ധർ പറയുന്നു. വാഹനത്തിൽ വെള്ളമുണ്ടായിരുന്നതും പ്രതീക്ഷ നൽകുന്നുണ്ട്. വീട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതോടെയാണ് കർണാടക അധികൃതർ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത്. അർജുൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ലോറി ഉടമയും അർജുൻ തിരിച്ചു വരുന്നതും കാത്ത് ഷിരൂരിലുണ്ട്. എന്നാൽ ഈ പ്രദേശത്ത് ആദ്യമായല്ല മണ്ണിടിച്ചിലുണ്ടാകുന്നത്. 15 വർഷങ്ങൾക്ക് മുൻപ് കാർവാറിൽ സമാന രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2009 ഒക്ടോബറിലുണ്ടായ മണ്ണിടിച്ചിലിൽ 19 പേർ മരിക്കുകയും 5 വീട് തകരുകയും ചെയ്തിരുന്നു.
മഴക്കാലമായാൽ ഈ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടാകുന്നത് പതിവാണത്രേ. ദേശീയപാത 66-ലെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നും ആരോപണങ്ങളുണ്ട്. ഏതായാലും അർജുൻ ജീവനോടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.